രാവിലെ തന്നെ ഷിട്ടോനെയും കണ്ണി കണ്ടാണ് ഇച്ചതേ ഓർമ്മ. പിന്നെ ഫുള്ള് പണിയോട് പണിയാണ്. ഇനിയിപ്പോ ജനിച്ചപ്പോ തൊട്ടുള്ള പണിയെടുത്ത് തുടങ്ങിയോണ്ടാണോ എന്നറിയും. നമ്മളുടെ നോമ്പറാണ്. റോട്ടോയിൽ കൊണ്ടിട്ട് സാധനം വണ്ടിമ കയറ്റാണ്ടാണോ എന്നറിയില്ല. പക്ഷെ പണിയാണ്. ബാക്കി ഡിക്കിലും എന്നോട് പറയാണ് നോമ്പ് ഇങ്ങനെയുള്ള നമ്മക്കില്ല. അണ്ണാക്കിലോട്ട് എന്തെങ്കിലും വെച്ചാലേ നമുക്ക് ഓടാൻ പറ്റൂ. പിന്നെ ഓട്ടോയിൽ വിളിച്ചെന്ന് നല്ല ദമ്മിട്ട ബിരിയാണി ബാക്കി സാമാന്യ സാമഗ്രികളൊക്കെ ഓൺ ടൈം റെഡി ആയി. നമുക്ക് നമ്മളെ ഗസ്റ്റിനെ കാണാം ഫ്രം ലക്ഷദ്വീപ്. നമ്മളെ വീട്ടിൽ അത് നമ്മളെ ഫാമിലിയെ കാണാൻ നമ്മുടെ ടീമിനാണ് ഒരു ലോഡ് ചോക്ലേറ്റ് കൊണ്ടുപോകും. നോമ്പ് തുറന്ന് കൈത് വാശാൻ ഓരോരുത്തർ കൊണ്ടുള്ള പണി അങ്ങോട്ട് കിട്ടാൻ തുടങ്ങി. ഇമ്മ കാലാകാലങ്ങളായി സ്വരക്കോട്ടി വെച്ച എക്സ്റേ സ്കാനിങ് ബ്ലഡ് ടെസ്റ്റ് തുടങ്ങി റിസൾട്ടുകൾ അങ്ങോട്ട് കൊണ്ടുവച്ച് നിൽക്കും. നമുക്ക് ഇന്ന് ഫീസ് ഇല്ലാണ്ട് ഒരു ഡോക്ടറെ കിട്ടിയിരിക്കും. ഇമ്മന്റെ സെഷൻ കഴിഞ്ഞപ്പോൾ അടുത്ത മറിയോടി ഏത് നേരത്താണോക്കി ബേഗം തൂക്കി പോരാന്ന് കാര്യത്തിനൊക്കെ ഷിട്ടുവിന്റെ ഭാഗത്ത് നമുക്കൊരു മാന്യമായ സഹകരണമായി. പിന്നെ നമ്മളെല്ലാരും കൂടെ ഒന്ന് പുറത്തേക്ക് ഡ്രസ്സ് ഒക്കെ എടുക്കും. പിന്നാമ്പുറത്തെ ഡ്രസ്സ് എടുക്കാൻ കഷ്ടപ്പെടുമ്പോൾ പിന്നാമ്പുറത്തുള്ള കുലിസ്ഥങ്ങൾ കാണാണ്ട് പോയത്. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണ്? എനിക്ക് പിന്നാലെ നടക്കാൻ പണിയൊന്നുമില്ല. എനിക്ക് തന്റെ പിന്നാലെ നടക്കാനില്ല, ഒപ്പം നടക്കാൻ ഇഷ്ടം. അങ്ങനെ ഏട്ടായിന്റെ കയറെങ്കിലും ഷിട്ടു വീട് വരെ അറിയിച്ചോളൂ. ഷിട്ടു വേണമെങ്കിലും ഫീൽ ആയത് ഇപ്പുറത്തുള്ള ആൾക്കാർ. ഇവിടെ ലവ് സ്റ്റോറി തന്നെ സെറ്റ് ആയിട്ട് ഇവര് ഡ്രസ്സ് എടുത്ത് കഴിഞ്ഞില്ല. ഓൾ കിട്ടോക്കെ എല്ലാം ഇഷ്ടപ്പെട്ടോ.